നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 13ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ 13ാം ഭാഗം മുതൽ ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാവലിംഗ് അലവൻസ് KSRൻ്റെ പാർട്ട് 2 ആണ്. ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് KSR ഈസ് ഡിവൈഡ് ഇൻ ടു 3 പാർട്സ്, പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. അതിൽ പാർട്ട് 2 ആണ് TA എന്ന് പറഞ്ഞാൽ. പാർട്ട് 2 കംപ്ലീറ്റ്ലി ഡീൽസ് വിത്ത് TA. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ട്രാവലിംഗ് അലവൻസ്. ഒരു 20-25% ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ട്രാവലിംഗ് അലവൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. 20 മുതൽ 25 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് ഈ ട്രാവലിംഗ് അലവൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഈ ട്രാവലിംഗ് അലവൻസിൻ്റെ ചില ബാലപാഠങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ട്രാവലിംഗ് അലവൻസിൻ്റെ ഒരു ബിഗിനിങ് എന്ന നിലയ്ക്ക് എപ്പോഴാണ് ഒരു ഓഫീസർക്ക് ട്രാവലിംഗ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ടാകുന്നത്? When an officer is directed to travel in connection with any official matters to an outstation which is beyond his headquarters. തൻ്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഔദ്യോഗികമായി ഒരു ആവശ്യത്തിനു വേണ്ടി ഒരു ഓഫീസർ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്രയ്ക്ക് ആവശ്യമായ തുക, ആ യാത്രയ്ക്ക് എത്ര തുകയാണോ ചിലവായി കാണുക അതനുസരിച്ചുള്ള തുക ചില നിയമങ്ങൾക്ക് വിധേയമായി അദ്ദേഹത്തിന് റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ്. അത് ആ ഓഫീസറുടെ ഗ്രേഡ്, പോകുന്ന സ്റ്റേഷനിലേക്കുള്ള ദൂരം, അവിടെ ചിലവഴിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം, ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ TA is eligible to an officer when he is directed to travel to an outstation which is beyond his headquarters in connection with any official matters. അതാണ് TA-യുടെ ഒരു ഏറ്റവും ചെറിയ ഒരു ഡെഫിനിഷൻ. സാധാരണയായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിനകത്തുള്ള യാത്രയ്ക്ക് TA അനുവദിക്കാറില്ല. പക്ഷെ അതിൻ്റെ എക്സംഷൻസ് ഉണ്ട്, അത് വഴിയെ നമ്മൾ പഠിക്കും. സാധാരണയായിട്ട് when officer is traveling within his headquarter, generally no TA is allowed with some exceptions. അത് വഴിയെ പറയും. ഇങ്ങനെ നമ്മൾ എഴുതി വാങ്ങുന്ന TA എന്നുള്ളത് കോമ്പൻസേറ്ററി അലവൻസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആ ഡെഫിനിഷൻസിൽ പഠിച്ചപ്പോൾ കോമ്പൻസേറ്ററി അലവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1-ൽ തന്നെ. പാർട്ട് 1-ലെ ഫസ്റ്റ് ക്ലാസ്സിൽ KSR ക്ലാസ് 1 അതിൽ നമ്മൾ ഈ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ കോമ്പൻസേറ്ററി അലവൻസിനെ കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോമ്പൻസേറ്ററി അലവൻസിന് എക്സാമ്പിളാണ് TA എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ക്വസ്റ്റ്യൻ ഈച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ സ്പെഷ്യൽ പേ, പേഴ്സണൽ പേ, TA, അങ്ങനെ നൺ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ അങ്ങനെ വരുമ്പോൾ TA മാത്രമല്ല വേറെയും കോമ്പൻസേറ്ററി അലവൻസുകളുണ്ട്. ചിലപ്പോൾ 1ഉം 2ഉം കോമ്പൻസേറ്ററി അലവൻസ്. HRA ഫസ്റ്റ് ഓപ്ഷൻ, HRA A ഓപ്ഷൻ HRA, B ഓപ്ഷൻ TA, C ഓപ്ഷൻ സ്പെഷ്യൽ പേ, D ഓപ്ഷൻ ബോത്ത് A ആൻഡ് B ആണ് ചോദിക്കും. അപ്പോൾ അതിൽ D ആണ് ആൻസർ. കാരണം Aയും Bയും സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസിൽ വരുന്നതാണ്. കോമ്പൻസേറ്ററി അലവൻസ് വരുന്നതാണ് Aയും Bയും. അപ്പോൾ നമ്മൾ പലപ്പോഴും എക്സാമിന് പോകുമ്പോൾ എക്സാം എഴുതുന്നവർക്ക് പറ്റുന്ന തെറ്റ് അല്ലെങ്കിൽ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ കൊണ്ട് നമ്മളൊരു പക്ഷേ ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻ വരെ തെറ്റിക്കുന്ന പല ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അനുഭവത്തിലുണ്ട്. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് ചോദിച്ചു. ഓപ്ഷൻ A TA, നമുക്കറിയാം TA ആണെന്ന്. ബാക്കി ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കിയില്ല. അത് നമ്മൾ ഓപ്ഷൻ A അവിടെ ബബിൾ ചെയ്തു. ഓപ്ഷൻ A ആണ് ശരി എന്ന് നമ്മൾ ആൻസർ എഴുതി. ഓപ്ഷൻ ബിയും ശരിയായിരുന്നു, നമ്മൾ നോക്കിയില്ല.
എയും ബിയുമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരി ഉത്തരം. ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി. അതിപ്പോൾ ഇതിലും ഒരു സന്ദർഭം ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് മുഴുവൻ വായിക്കണം. നമുക്ക് ഒരു ഓപ്ഷൻ കണ്ടു, അത് ശരിയാണെന്ന് തോന്നി, അഥവാ അത് ശരി തന്നെ ആയിരുന്നു 100%, എങ്കിലും മറ്റ് ഓപ്ഷൻസും കൂടി വായിച്ചു നോക്കണം. അതേപോലെ ശരിയായിട്ടുള്ള വേറെയും ഓപ്ഷൻസ് അതിലുണ്ടാവും. അങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധിക്കും. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ടി എ എന്നുള്ളത് ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ് ടി എ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു ട്രാവലിംഗ് അലവൻസ്, അതായത് ടി എയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളല്ലോ ടി എ എഴുതുമ്പോൾ ദ മെയിൻ കാര്യങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേഡ് ഓഫ് ദ ഓഫീസർ. ഓഫീസറുടെ ഗ്രേഡ് വഴിയെ നമ്മൾ പഠിക്കും. ഓഫീസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ഗ്രേഡ്സ്. ക്ലാസ് 1 ഓഫീസർ, ക്ലാസ് 2A ഓഫീസർ, ക്ലാസ് 2B ഓഫീസർ, ക്ലാസ് 3 ഓഫീസർ ആൻഡ് ക്ലാസ് 4 ഓഫീസർ. അങ്ങനെ നാല് വിഭാഗം ഞാൻ പറഞ്ഞപ്പോൾ 5 പറഞ്ഞു. ക്ലാസ് 1, ക്ലാസ് 2A, ക്ലാസ് 2B, ക്ലാസ് 3, ക്ലാസ് 4. ഇത് ഇങ്ങനെ പഠിച്ച് ഒരു വർഷം ചോദിച്ചിരുന്നു, 18 19 മറ്റൊരു വർഷം ചോദിച്ചിരുന്നു, ഗവൺമെന്റ് ഓഫീസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഫോർ ടി എ പർപ്പസസ്. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഗവൺമെന്റ് ഓഫീസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഫോർ ടി എ പർപ്പസസ്. ആൻസർ 4, 5, 3, 1 എന്നൊക്കെ വേണ്ട ആൻസർ വന്നു. പലരും അത് 5 എന്ന് എഴുതി. കാരണം അവർ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ക്ലാസ് 1 ഉണ്ട്, 2A ഉണ്ട്, 2B ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പം ആൻസർ ഉണ്ടല്ലോ. പക്ഷെ അത് കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടോ കൃത്യമായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടോ ആണ് 5 എന്ന് എഴുതിയിട്ടുള്ളത്. കാരണം 4 ക്ലാസ്സേ ഉള്ളൂ. 2A ആൻഡ് 2B എന്നുള്ളത് ക്ലാസ് 2ന്റെ സബ് ഡിവിഷൻസ് ആണ്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. അതിൽ ക്ലാസ് 2 എന്നുള്ളത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് സബ് ഡിവിഷൻസ് ആണ് 2A ആൻഡ് 2B. ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസും പലപ്പോഴും അബദ്ധത്തിൽ തെറ്റിക്കാറുണ്ട്. അങ്ങനെ തെറ്റിക്കുന്ന വീണ്ടും സാഹചര്യങ്ങളുണ്ട്. അത് വരുമ്പോൾ നമുക്ക് അപ്പോൾ പറയാം. അപ്പം എന്താ പറഞ്ഞു വന്നത്? ഇവിടെ ഗ്രേഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഓഫീസറുടെ ഗ്രേഡ് അതും ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസർ പ്രമോഷനായി, an officer is promoted to a higher post and transferred. And when the officer is transferred to a station which is beyond his headquarter, he is eligible to draw TA in connection with the travel due to transfer. അല്ലേ? ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് TA വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുന്ന TA ഏത് ഗ്രേഡ് ആണ്? അപ്പോൾ ഉദാഹരണം, സപ്പോസ് വെൻ ദ ഓഫീസർ ഈസ് ചേഞ്ച്ഡ് ഫ്രം ഗ്രേഡ് 2B ടു ഗ്രേഡ് 2A in connection or consequent to the transfer, since the basic pay of the officer is enhanced and that enhancement lead to the change of class of the officer from class 2B to class 2A. അങ്ങനെ വരാം. പ്രൊമോഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക് പേ വർദ്ധിക്കുമല്ലോ. ഗ്രേഡ് വരുന്നതിന് മുന്നെയാണ് ട്രാൻസ്ഫർ ആവുന്നതെങ്കിൽ ട്രാൻസ്ഫർ ആകുമ്പോൾ ബേസിക് പേ വർദ്ധിക്കും, ഒരു ഫിക്സേഷൻ കിട്ടും. അപ്പോൾ ബേസിക് പേ വർദ്ധിക്കും. ഇങ്ങനെ ബേസിക് പേ ഉണ്ടാവുന്ന വർധനവ് ഒരു പക്ഷേ ആ എംപ്ലോയിയെ ക്ലാസ് 2Bയിൽ നിന്ന് ഒരു പക്ഷേ ക്ലാസ് 2A ആക്കി ഉയർത്തിയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ TA പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ഗ്രേഡിലാണ് അദ്ദേഹം TA എഴുതുക? അവിടുന്ന് റിലീവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ക്ലാസ് 2B ആണ്. ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം ക്ലാസ് 2A ആയി. സ്വാഭാവികമായിട്ടും പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് TA എഴുതുക, TA ക്ലെയിം ചെയ്യുക. പുതിയ ഓഫീസിൽ നിന്നാണ് TA ക്ലെയിം ചെയ്യുക. അപ്പോൾ സംശയം വരും, ഇദ്ദേഹം ഇപ്പോൾ ക്ലാസ് 2A ആണല്ലോ, അപ്പോൾ ക്ലാസ് 2A എന്ന ഗ്രേഡിലാണോ അദ്ദേഹത്തിന് TA എഴുതുക എന്നുള്ളത്? അല്ല. റിലീവ് ചെയ്യുമ്പോൾ എന്താണോ ഗ്രേഡ്, when an officer is relieved from a station, what would be the grade of the officer? That grade shall be considered for claiming his TA. അങ്ങനെയാണ്. റിലീവ് ചെയ്യുമ്പോഴത്തെ ഗ്രേഡ് എന്താണോ ആ ഗ്രേഡ് വെച്ചിട്ട് വേണം TA എഴുതാൻ. അത് റിവേർഷൻ വരുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. റിവേർഷൻ വന്നു, ഒരു ഓഫീസറെ റിവേർട്ട് ചെയ്തു. റിവേർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ക്ലാസ് 2Aയിൽ നിന്ന് ആ ഓഫീസർ ക്ലാസ് 2Bയിലേക്കാണ് റിവേർട്ട് ചെയ്തത്. റിവേർട്ട് ചെയ്യുമ്പോൾ ബേസിക് പേ കുറഞ്ഞപ്പോൾ ക്ലാസ് 2Aയിൽ നിന്ന് ക്ലാസ് 2Bയിലേക്ക് വന്നു. പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം ക്ലാസ് 2B ഓഫീസറാണ്. റിലീവ് ചെയ്ത സമയത്ത് അദ്ദേഹം ക്ലാസ് 2A ഓഫീസറാണ്. അദ്ദേഹത്തിന് TA എഴുതുമ്പോൾ എന്താ, ഏത് ഗ്രേഡിലാണ് എഴുതുക?
റിലീവ് ചെയ്യുമ്പോൾ എന്താണോ ഗ്രേഡ് ക്ലാസ് 2A. അപ്പൊ നമ്മളത് ഓൾവേസ് അറ്റ് ദ ലോവർ ഗ്രേഡ് എന്നോ ഓൾവേസ് അറ്റ് എ ഹയർ ഗ്രേഡ് എന്നോ പഠിക്കരുത്. വാട്ട് വുഡ് ബി ദ ഗ്രേഡ് ഓഫ് ദ ഓഫീസർ ദ ടൈം ഓഫ് ഹിസ് റിലീഫ്? അങ്ങനെയാണ്. റിലീവ് ചെയ്യുമ്പോൾ ഏതാണോ ഗ്രേഡ് ആ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ടാണ് the TA of the officer shall be claimed consequent to transfer. ട്രാൻസ്ഫർ ആകുമ്പോഴാട്ടോ ഇത്. ട്രാൻസ്ഫർ TA യിലാണ് വരുന്നത്. നോർമൽ ടൂർ TA യിൽ ഇത് വരുന്നില്ല. ടൂർ TA എന്ന് പറഞ്ഞാൽ ഓഫീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒഫീഷ്യൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് അദ്ദേഹം ഗ്രേഡിലൊന്നും മാറ്റം വരുന്നില്ല. പക്ഷെ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത്, അതും പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരു പക്ഷേ ഗ്രേഡിൽ വ്യത്യാസം വരാം. അങ്ങനെ ഗ്രേഡിൽ വ്യത്യാസം വരികയാണെങ്കിൽ TA bill shall be prepared taking into consideration of the grade of the officer at the time of his relief. പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ അലോട്ട് ചെയ്തിട്ടുള്ള TA നിങ്ങളൊരു ടൂർ നടത്തി, ഒഫീഷ്യൽ ടൂർ നിങ്ങൾക്ക് നടത്തേണ്ടി വന്നു, അഥവാ നിങ്ങൾ ഒഫീഷ്യൽ റീസൺസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാത്ര നടത്തി. ആ യാത്ര നടത്തി നിങ്ങൾ അതിൻ്റെ TA ക്ലെയിം ചെയ്തു. വേറെ ടിഎയുടെ പ്രധാനപ്പെട്ട നിയമം, TA once claimed cannot be reconsidered. നമ്മൾ സാധാരണ ഇപ്പോൾ ശമ്പളമൊക്കെ വാങ്ങുമ്പോൾ DAയിലോ ഒക്കെ വരുന്ന വർധനവുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി നമ്മളതിൽ അരിയർ എഴുതിയെടുക്കാറുണ്ട്. HRയിൽ വർധനവുണ്ടായാൽ മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ ആ മുൻകാല പ്രാബല്യത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടി നമ്മൾ അതിൻ്റെ അരിയർ എഴുതിയെടുക്കാറുണ്ട്. പക്ഷേ ഒരു TA ഒരു ഓഫീസർ ക്ലെയിം ചെയ്തതിന് ശേഷം മുൻകാല പ്രാബല്യം വെച്ച് ആ ഓഫീസറുടെ പേ ബില്ലിൽ ബേസിക് പേയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ TA shall not be reconsidered എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയിട്ട് റീകൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. രണ്ട് തരത്തിൽ, രണ്ട് രീതികളിൽ അതിന് നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ. അതായത് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഒരു ഗ്രേഡ് സപ്പോസ് 8 ഇയേഴ്സോ 15 ഇയേഴ്സോ 22 ഇയേഴ്സിൻ്റെയോ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഗ്രേഡ് ഈ മാസമാണ്. ദിസ് മന്ത് is the month in which you are completing 15 years of service in your department, and hence you are eligible for the second time bound higher grade. 15 വർഷത്തിന്റെ സെക്കൻഡ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് നിങ്ങൾ എലിജിബിൾ ആവുകയാണ് ഈ മാസം. ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മന്ത്, നിങ്ങൾ ഏത് മന്തിലാണ് കേൾക്കുന്നത് എനിക്കറിയാൻ പറ്റില്ലല്ലോ. ഈ മാസം നിങ്ങൾക്കൊരു ഗ്രേഡിന് എലിജിബിലിറ്റി വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ മാസം ഏത് ഡേറ്റിലാണോ നിങ്ങൾ ഗ്രേഡിന് എലിജിബിൾ ആവുന്നത് അതേ ദിവസം തന്നെ നിങ്ങളുടെ ഗ്രേഡ് പാസ്സാക്കി ആ ഡേറ്റിൽ ഫിക്സേഷൻ നടന്നോളണമെന്നില്ല. കാരണം ഗ്രേഡ് പാസ്സാക്കുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റി ആണെന്നുള്ളത്, അല്ലെങ്കിൽ അവർ റാറ്റിഫിക്കേഷൻ വേണം എന്നുള്ളത് കൊണ്ട് ആ ഗ്രേഡ് പാസ്സായി വരാൻ സമയമെടുത്തുനിന്ന് വരും. സപ്പോസ് 2 മാസത്തിന് ശേഷമാണ് നിങ്ങളുടെ ഗ്രേഡ് പാസ്സായി വന്നത്. ഈ മാസമാണ് നിങ്ങളുടെ ഗ്രേഡിന് എലിജിബിലിറ്റി. അത് പാസ്സായി വന്നത് 2-3 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പ് നടത്തേണ്ടി വന്നു, ഒരു ഒഫീഷ്യൽ യാത്ര നടത്തേണ്ടി വന്നു. ഈ മാസം തന്നെ നിങ്ങൾക്കൊരു ഒഫീഷ്യൽ യാത്ര നടത്തേണ്ടി വന്നു. നിങ്ങൾ യാത്ര പോയി തിരിച്ചു വന്നു. നിങ്ങൾ ആ TA ബിൽ എഴുതി. ആ TA ബിൽ നിങ്ങൾ എഴുതുമ്പോൾ വരാനിരിക്കുന്ന ഗ്രേഡിന്റെ ബേസിക് പേ എന്താകുമായിരുന്നോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ TA ബിൽ എഴുതാൻ പറ്റില്ല. ഇപ്പൊ എന്താണോ നിങ്ങളുടെ ബേസിക് പേ അത് വെച്ചേ നിങ്ങൾക്ക് TA എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഗ്രേഡ് എന്താണോ ആ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ TA എഴുതാം. നിങ്ങൾ അങ്ങനെ TA എഴുതി, TA ക്ലെയിം ചെയ്തു. ഓക്കെ, 3 മാസം കഴിഞ്ഞു, നിങ്ങളുടെ ഗ്രേഡ് പാസ്സായി വന്നു, നിങ്ങളുടെ ഫിക്സേഷൻ നടത്തി, നിങ്ങളുടെ ബേസിക് പേ എൻഹാൻസ് ചെയ്തു. അങ്ങനെ നിങ്ങളുടെ ബേസിക് പേ എൻഹാൻസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഒരു ഗ്രേഡ് ഉയർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് 2A ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് 1 ആയിട്ട് ഉയർന്നു. കാരണം ക്ലാസ് 2A ക്ലാസ് 1 എന്നൊക്കെ പറഞ്ഞാൽ പ്യൂർലി ബേസ്ഡ് ഓൺ ബേസിക് പേ ആണ്. ടിഎക്ക് മാത്രമാണ് ആ ഒരു കാറ്റഗറൈസേഷൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ബേസിക് പേ വെച്ചിട്ട് ബിഫോർ ദ ഫിക്സേഷൻ ഓഫ് യുവർ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നിങ്ങൾ ആരായിരുന്നു?
യു ബിലോങ് ടു ഗ്രേഡ് 2A ഓഫീസർ. അങ്ങനെയാണ് നിങ്ങൾ യാത്ര പോകുമ്പോഴും അത് തന്നെയാണ് നിങ്ങളുടെ ഗ്രേഡ്. ആ ഗ്രേഡ് വെച്ച് നിങ്ങൾ TA വാങ്ങി. നിങ്ങൾ 2-3 മാസം നിങ്ങളുടെ ഗ്രേഡ് പാസ്സായി വന്നു, നിങ്ങളുടെ ഫിക്സേഷൻ കഴിഞ്ഞു, നിങ്ങളുടെ ബേസിക് പേ എൻഹാൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ 2Aയിൽ നിന്ന് ഗ്രേഡ് 1ലേക്ക് ഉയർന്നു. ഗ്രേഡ് 1ലേക്ക് ഉയർന്നാൽ നിങ്ങൾക്ക് ആ രീതിയിൽ TA എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ നിയമം വെച്ചിട്ട്, ഏത് നിയമം? TA വൺസ് ക്ലെയിംഡ് ഷാൽ നോട്ട് ബി റീ എക്സാമിൻഡ്. പിന്നെ അത് പുനർപരിശോധിക്കില്ല എന്നൊരു നിയമം വെച്ച് നിങ്ങൾക്ക് ഈ TA തരാതിരിക്കുമോ? ഈ അരിയർ തരാതിരിക്കുമോ? ഇല്ല, നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടുക? ഇത് നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ റൈറ്റ് ആണ്. റൈറ്റ് ചെയ്ത് ഈ മാസം നിങ്ങൾക്ക് 15 years ഓഫ് ഗ്രേഡ്, 15 yearsന്റെ സെക്കൻഡ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നിങ്ങളുടെ റൈറ്റ് ആണ്. പർട്ടിക്കുലർ ഡേയിൽ നിങ്ങളുടെ റൈറ്റ് ആണത്. പക്ഷേ അത് സാങ്ഷൻ ചെയ്തു വരാൻ വൈകി. ഇറ്റ് ഈസ് പ്യൂർലി ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ. നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ലോ, കൃത്യമായും അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ വന്നത് കാരണമാണ് അത് ആ ഡേറ്റിൽ പാസ്സാകാതെ വന്നത്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് TA എന്ത് ചെയ്യാം? യു ക്യാൻ ക്ലെയിം അരിയർ TA ഇഫ് എനി. ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായിട്ട് ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസ്സുകൾ മുഴുവൻ. ടിഎയിൽ നിന്ന്, ഏത് പോർഷനിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടോ അതൊക്കെ ഏതെങ്കിലും സമയത്ത്, ഒറ്റ വർഷമല്ല പല വർഷങ്ങളായി ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ നിങ്ങൾ താഴ്ന്ന ഗ്രേഡിൽ നിങ്ങൾക്ക് TA വാങ്ങിക്കേണ്ടി വന്നാൽ, പിന്നീട് ആ ഗ്രേഡ് പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടിയാൽ, നിങ്ങളുടെ ക്ലാസ് പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടിയാൽ, നിങ്ങൾക്ക് ആ സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ലോവർ റേറ്റിൽ, ലോവർ ഗ്രേഡിൽ നിങ്ങൾ TA എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അരിയറായിട്ട് എഴുതിയെടുക്കാം. അതിന് ഒരു എക്സാമ്പിളാണ് ഡിലേയ്ഡ് സാങ്ഷൻ ഓഫ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. ഡിലേയ്ഡ് സാങ്ഷൻ ഓഫ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. അതുപോലെ തന്നെയാണ് ഡിലേയ്ഡ് സാങ്ഷനിങ് ഓഫ് ഇൻക്രിമെന്റും. പക്ഷെ ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യാൻ അങ്ങനെ ഒരു ഡിലേ സ്വാഭാവികമായിട്ടും സാധാരണ വരാറില്ല. അത് സാങ്ഷൻ ആവുന്ന ഏത് മാസമാണോ എലിജിബിലിറ്റി ആ മാസം തന്നെ ഇൻക്രിമെന്റ് സാങ്ഷൻ ആയി കൊടുക്കും. പക്ഷേ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അതൊരു ഡിലേ വന്നേക്കാം. കാരണം അവരുടെ DA പാസ്സാക്കുന്നത് AG ആണ്. ഇപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് ആ മാസം തന്നെ പേ സ്ലിപ്പ് ഇപ്പോൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിനല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പേ സ്ലിപ്പുകൾ ബൈ പോസ്റ്റ് ആയിട്ടൊക്കെ വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ബൈ പോസ്റ്റ് ആയിട്ട് കിട്ടി ഒരു കോപ്പി ഓഫീസർക്ക് കിട്ടും, ഒരു കോപ്പി സാങ്ഷനിങ് ഓഫീസർക്ക് കിട്ടും, ഒരു കോപ്പി ട്രഷറി ഓഫീസർക്ക് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യാം. അപ്പോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഡിലേയ്ഡ് സാങ്ഷനിങ് ഓഫ് ഇൻക്രിമെന്റും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഗ്രേഡ് ക്ലാസ് 2Aയിൽ നിന്ന് ക്ലാസ് 1ലേക്ക് ഉയരുന്നതിൽ ഒരു പ്രതിബന്ധമായി നിന്നിട്ടുണ്ടെങ്കിൽ, പിന്നീട് ആ പ്രതിബന്ധം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ പ്രതിബന്ധം നിലനിന്നിരുന്ന സമയത്ത് നിങ്ങൾ താഴ്ന്ന ഗ്രേഡിൽ നിങ്ങൾക്ക് TA ക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ക്ലെയിം ചെയ്ത TA നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതിൻ്റെ അരിയർ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ ആ രണ്ട് സന്ദർഭങ്ങളിൽ ഒഴികെ, ഏത് രണ്ട് സന്ദർഭങ്ങൾ? ഡിലേയ്ഡ് സാങ്ഷനിങ് ഓഫ് ഇൻക്രിമെന്റ് ആൻഡ് ഡിലേയ്ഡ് സാങ്ഷനിങ് ഓഫ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഒഴികെ വേറെ എന്തെങ്കിലും സന്ദർഭങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടി, ടൈം ബൗണ്ട് ഹയർ, നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടി, ഒരു 6 മാസത്തെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വെച്ച് നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസത്തെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ പ്രമോഷൻ ആവാതിരുന്ന പഴയ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ടൂർ നടത്തിയിട്ടുണ്ടെങ്കിലും, ആ നടത്തിയ ടൂറിന് ആനുപാതികമായി നിങ്ങൾ TA ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ പ്രമോഷൻ കൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് സ്റ്റെപ്പ് ഉയർത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അരിയർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റാനും കാരണം? ബിക്കോസ് പ്രമോഷൻ ഈസ് നോട്ട് എ റൈറ്റ്. നിങ്ങളുടെ ഒരു അവകാശമല്ല, അത് അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്. എപ്പോഴാണ് പ്രമോഷൻ കൊടുക്കേണ്ടത് അത് അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്, തീരുമാനമാണത്.
അതിന് പല ഫോർമാലിറ്റീസ് ഉണ്ടോ. ഗസറ്റ് റാങ്കിലൊക്കെ ആണെങ്കിൽ DPC കൂടുക എന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ പ്രമോഷൻ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങളിപ്പോൾ ഒരു HSA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് സീനിയർ മോസ്റ്റ് HSAമാരുടെ സ്റ്റേറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളാണ് സീനിയർ മോസ്റ്റ് HSA. HMന്റെ വേക്കൻസി നിലവിലുണ്ട്. പക്ഷേ എന്നാണോ ആ HM വേക്കൻസി ഫില്ല് ചെയ്തത് ബൈ റെഗുലർ പ്രൊമോഷൻ, അന്നേ നിങ്ങൾക്ക് ആ HM എന്നുള്ള പോസ്റ്റിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനും നിങ്ങളുടെ പ്രൊമോഷൻ ലഭിക്കുള്ളൂ. വേക്കൻസി ഒക്കറൻസ് ദ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് വേക്കൻസി അല്ല നിങ്ങളുടെ എലിജിബിലിറ്റി ഓഫ് വേക്കൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ എപ്പോൾ നടക്കുന്നു അതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ആ പോസ്റ്റിലേക്കുള്ള. നിങ്ങൾ സീനിയർ ആണ്, ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നാളെ പ്രൊമോഷൻ വരികയാണെങ്കിൽ നാളെ നിങ്ങൾ ആ പോസ്റ്റിലേക്ക് കയറേണ്ട ആളാണ്. പക്ഷെ പ്രൊമോഷൻ വന്ന് 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 6 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ എലിജിബിലിറ്റി അതോറിറ്റി ഫിക്സ് ചെയ്ത് തരുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് തൊട്ടന്നെ നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉള്ളൂ. ഇനി അതല്ല, ആ അതോറിറ്റി പറയാണ് വിത്ത് 3 months റിട്രോസ്പെക്റ്റീവ് എഫക്ട്, മുൻകാല പ്രാബല്യം, ഒരു 3 മാസം മുൻകാല പ്രാബല്യം തന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ മുൻകാല പ്രാബല്യം തന്ന ആ 3 മാസത്തിനിടയ്ക്ക് നിങ്ങൾ ഒഫീഷ്യൽ ടൂർ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അരിയർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊമോഷൻ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു റൈറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരുടെ അവകാശം എന്ന് ഒരു പരിധി വരെ പറയാൻ പറ്റുള്ളൂ. അത് അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഡേറ്റ് ഓഫ് പ്രൊമോഷൻ. അതുകൊണ്ടാണല്ലോ പലരും വേക്കൻസി ഉണ്ടായിട്ടും ഹയർ പോസ്റ്റിലേക്ക് എത്താതെ റിട്ടയർ ചെയ്തു പോകുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, വലിയ അങ്ങനെ പരാതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൊമോഷൻ 3 മാസം മുന്നേ വരികയാണെങ്കിൽ ഒരു ഗ്രേഡ് കൂടി ഉയർന്ന പോസ്റ്റിൽ റിട്ടയർ ചെയ്യാമായിരുന്നു എന്ന് പരിതപിക്കുന്ന പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അവർ അവകാശമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ കോടതിയിൽ പോയില്ല, കേസിന് പോയില്ല? അപ്പോൾ അവകാശമല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. പറഞ്ഞു വരുന്നത് എന്താ, TA വൺസ് ക്ലെയിം കനോട്ട് ബി എന്താ പറയുക റീകൺസിഡേർഡ് എക്സെപ്റ്റ് ഏത് delayed sanctioning of time bound higher grade and delayed sanctioning of increment. അതൊക്കെയാണ് ടിയുടെ ബാലപാഠങ്ങളിൽ ചെയ്തത്. കുറച്ചുകൂടി ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പ് നടത്തി, ഔദ്യോഗിക ആവശ്യത്തിന് യാത്ര നടത്തി, ആ യാത്ര നടത്തിയ ഇതിന് TA ബില്ല് ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റും ഉണ്ട്. പിന്നെ ഇത്ര കാലത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്തോളണം എന്ന് പറയുന്ന മറ്റൊരു ഡേറ്റും ഉണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് ഡേറ്റും ഉണ്ട്, ഒരു എൻഡ് ഡേറ്റും ഉണ്ട്. നിങ്ങൾ ഒരു യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ ആ യാത്രയുടെ അനുമായി ബന്ധപ്പെട്ട എമൗണ്ട് TA ക്ലെയിം ചെയ്യുന്നത് ഇപ്പോൾ ഈ മാസം നിങ്ങളൊരു യാത്ര നടത്തി, നിങ്ങൾ യാത്ര പോയി തിരിച്ചു വന്നു, പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ആ യാത്രയുടെ TA ബില്ല് കൊടുത്ത് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതിൻ്റെ ആ റൈറ്റ് സ്റ്റാർട്ട്സ് ഓൺലി ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഈ മാസം 10-ാം തീയതി നിങ്ങൾ ഒരു യാത്ര നടത്തി, 12-ാം തീയതി യാത്ര കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നു, 13-ാം തീയതി നിങ്ങൾ ബില്ലെടുത്തിട്ട് TA എഴുതി ട്രഷറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഓഫീസർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാവില്ല. കാരണം അത് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ന് തൊട്ടാ പറ്റുള്ളൂ. അതിൻ്റെ എലിജിബിലിറ്റി ഓഫ് ക്ലെയിമിംഗ് ഓഫ് TA സ്റ്റാർട്ട്സ് ഓൺലി ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഏത് നെക്സ്റ്റ് മന്ത്? ദ മന്ത് ഓൺ വിച്ച് ദ ടൂർ ഈസ് പെർഫോംഡ്. ആ മന്തിന്റെ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 1-ാം തീയതിയോ അതിന് ശേഷമോ മാത്രമേ നിങ്ങൾക്ക് TA ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടൂർ എന്ന് നടത്തിയോ അതിന്റെ വെരി നെക്സ്റ്റ് ഡേ യു ആർ നോട്ട് എലിജിബിൾ ടു ക്ലെയിം ദ TA. യു ഹാവ് ടു വെയിറ്റ് until the end of that month, and from the first day of next month you are eligible to claim the TA. അങ്ങനെ വരുന്ന എലിജിബിലിറ്റി അടുത്ത മാസം 1-ാം തീയതി തൊട്ട് വരുന്ന എലിജിബിലിറ്റി, അതൊരു എൻഡ് ഡേറ്റും ഉണ്ട്, അവസാന ദിവസമുണ്ട്. അതെന്താ? 2 years.
You have to claim your TA within 2 years from the date of eligibility ആണ്, not from the date of performance of TA, performance of tour. ടൂർ നടത്തിയ ഡേറ്റ് തൊട്ട് 2 വർഷമല്ല, എന്നാണോ എലിജിബിലിറ്റി വന്നത് അന്ന് തൊട്ട് 2 വർഷം എന്ന് അവസാനിക്കുന്നോ ആ ദിവസത്തിനകത്ത് യു ഹാവ് ടു ക്ലെയിം യുവർ TA. അല്ലെങ്കിൽ നിങ്ങളുടെ TA ലാപ്സായി എന്ന് പറയും. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പൈസ വാങ്ങിക്കൊള്ളണം എന്നല്ല, നിങ്ങളുടെ ബില്ല് സെറ്റിൽ ചെയ്തോളണം, ബില്ല് കൊടുത്തോളണം. ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടൊക്കെ 4-5 വർഷത്തെ TA ബില്ലൊക്കെ കിട്ടാത്ത പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, പല ഓഫീസേഴ്സും ഉണ്ട്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ ഇനി അതൊന്നും കിട്ടില്ലേ എന്നല്ല ചോദ്യം. നിങ്ങൾ അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കണം. ആൻഡ് ദ എമൗണ്ട് ഷാൽ ബി സാങ്ഷൻഡ് ടു യു ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. അതാണ് ടിയുടെ കാര്യം. ക്ലെയിം ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എങ്ങനെ? an officer performed an official tour on 14/8/22. 14/8/22. What is the last date for the submission of his TA bill? Date of performance of tour is 14/8/22. 14/8/22 ആണ് യാത്ര ചെയ്തത്. 14/8/22 യാത്ര ചെയ്ത ആ TA ബിൽ, ആ യാത്രയുടെ ബില്ല് കൊടുക്കേണ്ട, ബില്ല് ക്ലെയിം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാന്നുള്ളതാണ്. വാട്ട് ഈസ് ദ എലിജിബിലിറ്റി ഫോർ ക്ലെയിമിംഗ് ദ TA? 14/8/22 ആണെങ്കിൽ 1/9/22. കാരണം ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്. 14/8 യാത്ര പോയതെങ്കിൽ 1/9 തുടങ്ങും എലിജിബിലിറ്റി. And 2 years from the date of 1/9/22. 1/9/22 തൊട്ട് 2 വർഷം പൂർത്തിയാകുന്നത് എന്നാണ്? 31/8/24. 31/8/24 അതാണ് 2 വർഷം പൂർത്തിയാകുന്ന ലാസ്റ്റ് ഡേ. 31/8/24. So the TA of the officer who performed the tour on 14/8/2022 shall be submitted in between 1/9/22 to 31/8/24. ആ ടൈം സ്പാനിനുള്ളിൽ TA ബില്ല് സബ്മിറ്റ് ചെയ്യണം. TA ക്ലെയിംസ് ബില്ല് സബ്മിറ്റ് ചെയ്തോളണം. അടുത്തത്, ഈ 2 വർഷത്തെ സമയപരിധിയോടൊപ്പം തന്നെ ഒരു 1 ഇയറിൻ്റെ ഒരു സമയപരിധിയും കൂടി ഉണ്ട്. തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ ഈ TA പെർഫോം ചെയ്യുന്ന ഓഫീസർ അല്ലല്ലോ പലപ്പോഴും ഈ TA ബിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അത് വേറെ സെക്ഷനിലായിരിക്കും TA ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഒരു വലിയൊരു ഓഫീസാണെങ്കിൽ, ഒരുപാട് സെക്ഷനും ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ള ഓഫീസാണെങ്കിൽ ഈ TA സെക്ഷൻ അറിയില്ല. അവിടുന്ന് ആരൊക്കെ എപ്പോഴൊക്കെയാണ് ഏതൊക്കെ സെക്ഷനിലാണ് യാത്ര പോയത് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ദ ഫാക്ട് ഓഫ് TA, ദ ഫാക്ട്സ് ഓഫ് ടിയയുടെ വിവരങ്ങൾ ഷാൽ ബി ഹാൻഡ് ഓവർ ഓർ ഇൻറ്റിമേറ്റഡ് ടു ദ സെക്ഷൻ വിത്തിൻ 1 ഇയർ. അതാണ് 1 ഇയർ. വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി. ഒരു വർഷത്തിനകത്ത് നിങ്ങൾ യാത്ര പോയ കാര്യങ്ങൾ എന്തൊക്കെയാ ഫാക്ട്, എന്തൊക്കെയാ കൊടുക്കേണ്ട കാര്യങ്ങൾ? ഡേറ്റ് ഓഫ് ജേണി, മോഡ് ഓഫ് ജേണി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സ്റ്റേഷൻസ്, അവിടെ ഹോൾട്ടിൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് റിട്ടേൺ, അതിൻ്റെ മോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ന് പോയി, എപ്പോൾ പോയി, എങ്ങനെ പോയി, എത്ര മണിക്ക് പോയി, എത്ര മണിക്ക് അവിടെ എത്തി, അവിടെ എങ്ങനെ ഹോൾട്ട് ചെയ്തു, എത്ര മണിക്കൂർ ഹോൾട്ട് ചെയ്തു, ഇങ്ങനെയുള്ള ആ ടൂറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടൂർ ഡയറി ആയിട്ട് ആ എല്ലാ കാര്യങ്ങളും ആ ബന്ധപ്പെട്ട സെക്ഷനിൽ നിങ്ങൾ ഏൽപ്പിക്കണം. അതിനുള്ള ടൈമാണ് 1 ഇയർ. 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലെയിം ചെയ്യേണ്ട സമയമാണ്. ടൂർ നടത്തിയ ഓഫീസർ വിത്തിൻ 1 ഇയർ the facts of journey shall be intimated to the concerned section. അതാണ് 1 ഇയറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അറിയാനുള്ളത്. ഇനി പലപ്പോഴും ഈ ചെറിയ യാത്രകളല്ലാതെ വലിയ യാത്രകൾക്കൊക്കെ
പെട്ടെന്ന് ഒരു ഓഫീസറെ വിളിച്ച് ഒരു യാത്ര ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട് എൻ്റെ സ്ഥലത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു യാത്ര ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ ഡിമാൻഡ് അഡ്വാൻസ് TA. നമ്മളിപ്പോൾ അഡ്വാൻസ് TA കുറിച്ചാണ് പറയുന്നത്. യാത്ര പോകണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നാളെ തന്നെ കുറച്ച് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് കൊണ്ടുവരാണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാണ്ട്, റീസൺ എന്തോ ആവട്ടെ, വെൻ യു ആർ ഡയറക്റ്റഡ് ടു പെർഫോം എ ടൂർ, you have the right to claim transfer TA. Sorry, you have the right to claim advance TA. Transfer TA അല്ല, advance TA. നിങ്ങൾക്ക് അഡ്വാൻസ് TA ക്ലെയിം ചെയ്യാൻ ഉള്ള റൈറ്റ് ഉണ്ട്. എന്താ അഡ്വാൻസ് TA എന്ന് പറഞ്ഞാൽ? 75% ഓഫ് ദ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ. 75% മുഴുവൻ കിട്ടില്ല. യാത്രയ്ക്ക് നിങ്ങളുടെ ഗ്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്ന തുകയുടെ 75% ആണ് നിങ്ങളുടെ അഡ്വാൻസ് TA ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. അഡ്വാൻസ് TA ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 75% ആണ്. ഇങ്ങനെ 75% അഡ്വാൻസ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരു യാത്ര പെർഫോം ചെയ്തു, യാത്ര പോയി തിരിച്ചു വന്നു. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഈ പറയുന്ന 1 year അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വിത്തിൻ 1 year എന്ന് പറഞ്ഞു. ഇവിടെ അത് 1 year അല്ല, വിത്തിൻ 3 months ആണ്. ബിക്കോസ് യു പെർഫോംഡ് ദ ടൂർ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ദ അതോറിറ്റി. ബിക്കോസ് ഇൻ അതർ വേർഡ്സ് യു ടുക്ക് അഡ്വാൻസ് TA. അപ്പോൾ അത് വേഗം സെറ്റിൽ ചെയ്യണം. Within 3 months you have to submit the details of TA. അല്ലെങ്കിലോ നിങ്ങൾ അഡ്വാൻസ് TA വാങ്ങി യാത്ര പോയി, നിങ്ങൾ ഈ പറയുന്ന 3 മാസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ നിങ്ങളുടെ ഈ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങൾ അഡ്വാൻസ് ആയി വാങ്ങിയ തുക, the whole amount will be recovered from the 4th month's salary. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾക്ക് ഷോ കോസ്റ്റ് നോട്ടീസോ നിങ്ങൾക്കൊന്നും തരുന്നത് നിങ്ങൾ ചോദിക്കുകയൊന്നുമില്ല. 4ാമത്തെ മാസത്തെ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച അഡ്വാൻസ് തുക മുഴുവനായും ഒറ്റ ലംബായിട്ട്, അതാണ് മുഴുവനായും റിക്കവർ ചെയ്യും 3 മാസത്തിനകം TA ബിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ. അതാണ് അഡ്വാൻസ് TA ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ അഡ്വാൻസ് TA എന്ന് പറഞ്ഞാൽ 75% ആണ്. അഡ്വാൻസ് TA വാങ്ങിച്ചിട്ട് ടൂർ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് TA ഉപയോഗിച്ച് പെർഫോം ചെയ്ത ടൂറിൻ്റെ ബില്ല് 3 മാസത്തിനകം കൺസേൺ സെക്ഷനിൽ നിങ്ങൾ കൊടുത്തുകൊള്ളണം. അതാണ് TA അഡ്വാൻസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ യാത്ര ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ കമ്പനിയിൽ സർക്കാരിന് മേജർ ഷെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, യു ആർ ട്രാവലിംഗ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് എ കമ്പനി ഇൻ വിച്ച് ദ ഗവൺമെന്റ് ഹാസ് എ മേജർ ഷെയർ, then your traveling allowance shall be given by the company, or you have to claim your TA from the company itself as per KSR. TA rules പ്രകാരം നിങ്ങൾക്ക് എന്താണോ എലിജിബിൾ TA അത് കമ്പനിയിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിക്കൊള്ളണം. അത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന്, ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ആ എമൗണ്ട് കിട്ടില്ല. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്പനിയാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും ഏത് നിയമപ്രകാരം കമ്പനിക്ക് TA റൂൾസ് പക്ഷേ വേറെ ഉണ്ടാവും. ആ റൂൾ വെച്ചല്ല KSR, കേരള സർവീസ് റൂൾസ്, അതിലെ പാർട്ട് 2 TA പറഞ്ഞ നിയമങ്ങൾ പ്രകാരം ഇദ്ദേഹത്തിന് എന്ത് TA ലഭിക്കുമോ ആ TA കമ്പനി ഇദ്ദേഹത്തിന് നൽകണം. നമ്മൾ ആദ്യം പറഞ്ഞു നോ TA ഫോർ ദ ട്രാവലിംഗ് വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. നമുക്കതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒരു ക്ലാസ് 3 ഓർ ക്ലാസ് 4 ഓഫീസർ, ക്ലാസ് 3 ഓഫീസറെയോ ഒരു ക്ലാസ് 4 ഓഫീസറെയോ, ഒരു ഗസറ്റ് ഓഫീസർ തന്നെ ഒരു ഗസറ്റഡ് ഓഫീസർ വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ എന്തെങ്കിലും യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ they can claim the actual TA, actual amount with a certification from the officer concerned. ആ സമയത്ത് ആ യാത്ര നടത്തുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്നു എന്ന്, ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പെർ മൈ ഡയറക്ഷൻ എന്ന് ആ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ആക്ച്വൽ എക്സ്പെൻസ്, എന്താണ് ആക്ച്വൽ എക്സ്പെൻസ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ ടേം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആക്ച്വൽ എക്സ്പെൻസ് എന്താണെന്നൊക്കെ ടി എയുടെ ഡീറ്റെയിലിൽ പോകുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയും. ഇപ്പൊ യഥാർത്ഥ ചെലവ്, മലയാളത്താണല്ലോ യഥാർത്ഥ ചെലവ്, അപ്പൊ യഥാർത്ഥ ചെലവ് തന്നെയല്ലേ ടി എ ആയിട്ട് കിട്ടുന്നത്? അത് നമുക്ക് സംശയം വരാം. ആ സംശയങ്ങളൊക്കെ 4-5 ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്ക് നമുക്ക് മാറും ചെയ്യും. അപ്പൊ ഇപ്പോ ഇത് എപ്പോഴാണ്? വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ ആണ്. വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇലക്ഷൻ സമയമാണെന്ന് വിചാരിക്കാം. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ഷൻ വിങ്ങിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യാണ്ട് ഒരു ഓഫീസിൽ നിന്ന്, ആ ഓഫീസും ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഇലക്ഷൻ വിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് രണ്ടും ഒരേ ഹെഡ് ക്വാർട്ടറിലായിരിക്കും. ഈ ഓഫീസിന്റെ ഹെഡ് ക്വാർട്ടർ തന്നെയാണ് ഇവിടെ ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ഇലക്ഷൻ വിങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നോർമലി ഹെഡ് ക്വാർട്ടറിനകത്തുള്ള ഒരു യാത്രയ്ക്ക് എന്ത് കിട്ടില്ല? ടി എ കിട്ടില്ല. പക്ഷേ ഒരു ക്ലാസ് 4 ഒരു ക്ലാസ് 3 ഓഫീസറെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഈ ഡീറ്റെയിൽസ് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഏത് മോഡ് ഓഫ് കൺവെയൻസ് ഉപയോഗിച്ചാണോ പോയത്, ചിലപ്പോൾ ഓട്ടോ വിളിച്ചാവും പോയിട്ടുണ്ടാവുക. കാരണം ടൈം ലിമിറ്റ് ഉണ്ടാവും, അതിനൊക്കെ ടൈം ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടൈം ലിമിറ്റിനകത്ത് എത്തിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞയച്ച ഓഫീസറുടെ അതിന്റെ എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റോട് കൂടി ആക്ച്വൽ എക്സ്പെൻസ് വിത്തിൻ ദ ഹെഡ് ക്വാർട്ടർ ആണ്. സാധാരണഗതിക്ക് വിത്തിൻ ദ ഹെഡ് ക്വാർട്ടറിൽ ടി എ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്കാവും പോയിണ്ടാവുക, ഒരു ഓട്ടോ വിളിച്ച് പോയിണ്ടാവും. ആ ഓട്ടോ ചാർജാണ് അവിടെ ആക്ച്വൽ എക്സ്പെൻസ്. അങ്ങനെ ആക്ച്വൽ എക്സ്പെൻസ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ വിത്തിൻ ദ ഹെഡ് ക്വാർട്ടറിൽ ടി എ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത ഇൻസ്റ്റൻസുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ ഒന്നാണ് ഇത്. ഒന്നും കൂടിയുണ്ട്, അന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഗ്രേഡ് ഓഫീസ് ക്ലാസ് 4 ഓഫീസേഴ്സിന് ട്രഷറി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി, ക്ലാസ് 4 ഓഫീസേഴ്സിന് പലപ്പോഴും ട്രഷറി പോകേണ്ടി വരുമല്ലോ. ബില്ല് കൊടുക്കാൻ ക്യാഷ്, ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം ബില്ല് കൊടുക്കലൊക്കെ ഇപ്പോൾ ഓൺലൈൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിലൊക്കെ കുറേ ഏറ്റക്കുറച്ചുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനകത്ത് നടന്ന കാര്യങ്ങളാണല്ലോ. ഈ KSR വന്നത് 1950, ഇതിപ്പോൾ പാർട്ട് 2 ആണല്ലോ നമ്മൾ പറയുന്നത്. അതായത് വോളിയം 1 അത് ഫോഴ്സിൽ വന്നത് 1959 അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുതിയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ അമെൻമെന്റ്സ് ഒന്നും വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് ഇത് എത്ര റിലവൻ്റ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഈ നിയമം അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ക്ലാസ് 4 ഓഫീസേഴ്സ് അവർക്ക് ട്രഷറി ഡ്യൂട്ടി അലവൻസ് എന്നൊരു സംഭവമുണ്ട്. എങ്ങനെയാണെങ്കിൽ മിക്കവാറും ട്രഷറികളൊക്കെ ഒരു ഓഫീസിന്റെ 8 കിലോമീറ്റർ അകത്ത് തന്നെ മിക്കവാറും ട്രഷറികൾ ഉണ്ടാവും. ഹെഡ് ക്വാർട്ടറിനകത്ത് തന്നെയാവും ട്രഷറികൾ. അങ്ങനെ അല്ലാത്ത സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ഓഫീസുകളുണ്ട്. പക്ഷേ ഒരു മോർ ദാൻ 60 to 70% ഓഫീസുകളുടെയും ഒരു ഹെഡ് ക്വാർട്ടറിനകത്ത് ഒരു ട്രഷറി കാണും. ഞാൻ പറഞ്ഞല്ലോ അല്ലാത്ത ഓഫീസുകൾ ഉണ്ടെന്ന്. അങ്ങനെ അല്ലാത്ത ഓഫീസാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഇപ്പോൾ സാധാരണ ടി എ കിട്ടും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഹെഡ് ക്വാർട്ടറിനകത്ത് ട്രഷറി ഉണ്ടായിട്ട്, അഥവാ ഹെഡ് ക്വാർട്ടറിനകത്ത് ട്രഷറി ഉള്ള ഓഫീസുകളുടെ ലാസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സ്, അതായത് ക്ലാസ് 4 ഓഫീസേഴ്സ് ഈ ട്രഷറിയിൽ പോകേണ്ടി വരുമ്പോൾ അവർക്ക് 2 നിബന്ധനകൾക്ക് വിധേയമായിട്ട്, ആ നിബന്ധനകളാണ് പലപ്പോഴും ചോദിക്കാം, നിബന്ധനകൾക്ക് വിധേയമായിട്ട് ടി എ കിട്ടും. ഒന്ന്, ട്രഷറി ഈ ഓഫീസിൽ നിന്ന് മിനിമം 2 കിലോമീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം.
2 കിലോമീറ്റർ അകത്താണ്, നടന്നു പോകാനുള്ള വഴിയുള്ളൂ, 2 കിലോമീറ്റർ അകത്താണ് എന്നുണ്ടെങ്കിൽ ഒരു TA കിട്ടില്ല. 2 കിലോമീറ്റർ അപ്പുറത്താണ്, ഓഫീസിൽ നിന്ന് 2 കിലോമീറ്റർ അധികം ദൂരമുണ്ട് ട്രഷറിയിലേക്ക്, എന്നാൽ 8 കിലോമീറ്റർ അകത്താണ്, അതായത് ഹെഡ് ക്വാർട്ടറിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന് TA കിട്ടും. എന്താ TA കിട്ടുക? ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഫെയർ അപ്പ് ആൻഡ് ഡൗൺ 20 രൂപ കിട്ടും ഒരു പോക്കിന്. എത്ര പ്രാവശ്യം പോവാം? 3 പ്രാവശ്യം ഒരു വീക്കിൽ, ഒരാഴ്ചയിൽ. അതാണ് 2 നിബന്ധനകൾ എന്ന് പറഞ്ഞല്ലോ. ഒന്ന്, ദ ട്രഷറി ഷാൽ ബി ബിയോണ്ട് എ ഡിസ്റ്റൻസ് ഓഫ് 2 kilometers ഫ്രം ദ ഓഫീസ്. Beyond a distance of 2 kilometers from the office. And second, thus TA claimed is limited for 3 times in a week. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം മാത്രമേ ലാസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന് ഈ TA ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞു നോക്കിയാണ് ട്രാവലിംഗ് അലവൻസുമായി ബന്ധപ്പെട്ട് അതുമായി നമുക്ക് മനസ്സിലാക്കേണ്ട ബേസിക്സ്, അടിസ്ഥാന തത്വങ്ങൾ മാത്രമേ ആയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ TA ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഈ 20 to 25 മാർക്ക് വരുന്നു പറഞ്ഞാൽ അത്രയും അധികം പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ പഠിച്ച പോലെ 1-2 ക്ലാസ്സുകൾ കൊണ്ട് 1-2 മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല TA എന്ന് പറഞ്ഞാൽ. 1-4-5 പേജുകൾ ഒതുങ്ങുന്നതല്ല ടെക്സ്റ്റ് നോക്കിയാലും ഈ ചാപ്റ്റർ. അതുകൊണ്ടാണ് അത്രയും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്. അത്രയും കൂടുതൽ പഠിക്കാനുണ്ട്, അതുകൊണ്ട് അത്രയും കൂടുതൽ മാർക്കും വരുന്നു. അപ്പോൾ ബേസിക്സ്, TA ബേസിക്സ് ആണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. TA കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.